ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ താക്കോലുണ്ടല്ലോ, താക്കോൽ എടുത്തുകൊണ്ട് നമ്മുടെ ഭാമ ശ്രുതിയുടെയും മീരയുടെയും കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതിക്കും മീരയ്ക്കും താക്കോല് കിട്ടിയപ്പോഴാണ് ആശ്വാസമായത്. എന്നാലും നമ്മുടെ ഭാമ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ലാസ്റ്റ് എനിക്കൊന്നും ഇതിന്റെ പേരിൽ ഉണ്ടായേക്കരുത്. ഒന്നാമതേ ഇപ്പൊ എന്നെ ചന്ദ്രയ്ക്ക് കണ്ണിന് കണ്ടുകൂടാ. ലാസ്റ്റ് ഇനി ഇത് ഞാനാ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ വീട്ടിൽ എന്നെ കേറ്റത്ത് പോലുമില്ല. സച്ചിയുടെ കാര്യം അറിയാമല്ലോ, അവൻ എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമയാന്റി പേടിക്കൊന്നും വേണ്ട, ഇതിന്റെ പേരിൽ ഭാമയാന്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ആ താക്കോല് മേടിച്ചു കേട്ടോ. അപ്പൊ മീര ഉണ്ടായിരുന്നു. അപ്പൊ മീര നമ്മുടെ ഭാമയാന്റിയോട് പറഞ്ഞു, അത് പിന്നെ ആന്റി, ഞാനൊരു കാര്യം ചെയ്യാം, ആന്റീനെ ഞാൻ കൊണ്ടുവിടാം, ആന്റി എന്നാല് സ്കൂട്ടി കയറിക്കോന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട, നിങ്ങളുടെ ഉപകാരം ഒന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരം അതെനിക്ക് ഉപദ്രവമാകാതിരുന്നാൽ മാത്രം മതി, ഞാൻ കയറി പൊക്കോളാം, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞ് ഭാമ അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് മീര പറയുന്നുണ്ട്, പാവോ ആന്റി, എടി ഇനിയിപ്പോ ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയും ചോദിക്കുമ്പോൾ ആന്റിക്ക് ഒരു കോപ്പും ഉണ്ടാകത്തില്ല, നീ ഒന്നും മിണ്ടാതിരിക്കും, നീ എന്തിനീ എല്ലാവരും ഈ സഹതാപത്തിന്റെ പുറത്ത് നോക്കുന്നത്, നമുക്ക് നമ്മുടെ ആവശ്യം നടക്കണം, അതല്ലേ വേണ്ടതെന്ന് ശ്രുതിയെ. ഏതായാലും ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആന്റണീനെ കാണിക്കുന്നുണ്ട്. ആന്റണി ആണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക താക്കോലിന്. അപ്പൊ ആന്റണിയുടെ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇനിയിപ്പൊ അവള് താക്കോല് വല്ലതും കൊണ്ടുവരും, ഇനിയിപ്പൊ ഏത് നേരത്തെ താക്കോല് കൊണ്ടുവരാനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊണ്ടുവരും, അവള് താക്കോൽ എടുത്തിരിക്കും, അതെ അവളുടെ ജീവിത പ്രശ്നമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവള് താക്കോൽ എടുക്കും, ഞാൻ നവീൻ വെളിയിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു പേടിയുണ്ട്, അപ്പൊ ഉറപ്പായിട്ട് താക്കോല് നമ്മുടെ കയ്യിൽ കിട്ടും എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഗുണ്ടകള് എന്നാ പിന്നെ കിട്ടുമായിരിക്കും അല്ലേ. ഗുണ്ടകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ആന്റണിയുടെ കൂട്ടത്തിലുള്ളവരാണ് കേട്ടോ, ഈ കൂട്ടുകാരന്മാരാണ്, അവന്മാര് ഗുണ്ടകളാണല്ലോ, കിട്ടുമായിരിക്കും അല്ലേ എന്ന്. ഏതായാലും ഈ സമയത്ത് ശ്രുതി വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഞങ്ങളുണ്ട്, താക്കോല് എത്തിച്ചിട്ടുണ്ട്, കയ്യിൽ താക്കോലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ആന്റണി ഓടി വരികയാണ് കേട്ടോ. താക്കോലെന്ന് കേട്ടപ്പോഴത്തേക്കും ആന്റണിക്ക് സന്തോഷമായി. അങ്ങനെ ആന്റണി ഓടി ശ്രുതിയുടെ മീരയുടെ അടുത്ത് വന്നു. എന്നിട്ട് താക്കോൽ കൈ കിട്ടിയപ്പോഴത്തേക്കും ആന്റണി പറഞ്ഞു, ഇത് ആരോടും പറയരുത്, നമ്മൾ മാത്രമേ ഇത് അറിയാവുള്ളൂ എന്നിങ്ങനെ. അപ്പൊ മീര പറഞ്ഞു, എന്തിനാടാ നീ ഫ്രോഡ് പരിപാടിയിൽ ശ്രുതിനെ കൂടി വലിച്ചഴക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ശ്രുതി ഫ്രോഡ് ആയതുകൊണ്ട്, അവള് ഫ്രോഡ് ആയതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വലിച്ച് എഴിച്ചത്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, വേണ്ടാട്ടോ ആന്റണി ഇതുപോലെയുള്ള വാക്കുകളൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ശ്രുതി, നീ ആ താക്കോൽ ഇങ്ങ് തരാൻ പറഞ്ഞിട്ട് താക്കോലും കയ്യിൽ കൊടുത്തു. എന്നിട്ട് ശ്രുതി ചോദിച്ചു, അല്ല നിന്റെ പരിപാടി എന്താ, നിന്റെ പ്ലാൻ എന്താ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അല്ല ഇത് തന്നെയല്ലേ നീ മുന്നേ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ചെല്ലേ, ഇനിയിപ്പൊ ഞങ്ങളുടെ ജോലി നോക്കിക്കോളാം, നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ഏതായാലും ഓൾ ദി ബെസ്റ്റ്, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും മീരയും സ്കൂട്ടി എടുത്തോണ്ട് അങ്ങ് പോയി കേട്ടോ. നമ്മുടെ ശ്രുതിക്ക് അറിയില്ല, കൊല്ലാനാന്ന് അറിയില്ല, ഇനിയിപ്പോ കൊല്ലാനാണെങ്കിലും ശ്രുതിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ശ്രുതിക്ക് സച്ചി രേവതി ഒന്ന് വേദനിച്ച് കണ്ടാൽ മതി. ഏതായാലും കീ കിട്ടിയതോടെ ആന്റണി സന്തോഷത്തിലായി. അങ്ങനെ ആന്റണി ഗുണ്ടകളുടെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, കാറിന്റെ ബ്രേക്ക് തകരാറാക്കി വെച്ചിട്ട് അതിനുശേഷം ആ കാറിന്റെ കീ വരാന്തയിലും മറ്റോ ഇട്ടാ മതി, അറിയാലോ, എങ്കിലും ശ്രദ്ധിക്കണം, വീടാണ്, അവിടെ എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ്. ഏതായാലും ഗുണ്ടകള് എസ് ബോസ് എല്ലാം ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ. എങ്ങോട്ടേക്ക്? നമ്മുടെ ചന്ദ്രോദയത്തേക്ക്. ഈ സമയത്ത് ആന്റണി നിന്നിങ്ങനെ സന്തോഷിക്കുക, നാളെ അവളുടെയും അവന്റെയും കഷ്ടകാലം തുടങ്ങും, നാളെ നോക്കിക്കോ, സച്ചിനെ പെട്ടിയിലാക്കി വെള്ള പുതപ്പിച്ച് കിടത്തും, ജീവിതകാലം മുഴുവൻ രേവതി കരയും എന്നൊക്കെ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെയാണ്. സച്ചി കിടക്കാനായിട്ട് ഇങ്ങനെ പായൊക്കെ വിരിച്ച് ഇങ്ങനെ കിടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ പായിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി പണിയൊക്കെ തീർത്തിട്ട് പതുക്കെ വന്നു. അപ്പം സച്ചി പറഞ്ഞു, അതെ നീയേ പൂ വിൽക്കാൻ പോകുമ്പം കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാറില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു സച്ചേട്ടാ? എനിക്ക് മനസ്സിലായില്ല. അല്ല, ആ ആന്റണി അടിക്കുന്നതിന് മുമ്പേ നീ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വായിൽ ഒഴിച്ചിട്ട് നിക്കത്തില്ലായിരുന്നോ? ഓ, പിടികിട്ടി, എന്നെ കളിയാക്കിയതാണല്ലേ? അല്ല, നീ എന്റെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന വിദ്യയല്ലേ, എന്തേ നീ അങ്ങനെ ചെയ്യാതിരുന്നത്? നിനക്ക് ദേഷ്യം വന്നപ്പോ അത് ബാധകമല്ല? എനിക്ക് മാത്രമാണോ അത് ബാധകം? അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ രേവതി, അവൻ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അവൻ ഇനി എന്തെങ്കിലും ചെയ്യത്തില്ലേ? എന്തെങ്കിലും ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കില്ലേ? കണക്ക് തീർക്കാൻ നോക്കില്ലേ രേവതി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. രേവതി ഇങ്ങനെ ഇരിക്കുകയാണ്. രേവതി പറഞ്ഞു, എനിക്ക് അപ്പൊ തോന്നി, അത് ഞാൻ ചെയ്തു. അല്ല, നിനക്ക് പേടിയുണ്ടോ? അയ്യേ, പേടിയോ? എനിക്കോ? എന്താ സച്ചേട്ടാ ഈ പറയുന്നത്? പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ തല്ലുമായിരുന്നോ? എനിക്ക് അവനെ പേടിയൊന്നുമില്ല.
അല്ല ഇതിന് മറുപടിയായിട്ട് അവന് എന്തെങ്കിലും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. എന്റെ സച്ചേട്ടാ, അവനൊന്നും ചെയ്യില്ല. അവനെ സച്ചേട്ടനെ പേടിയാണ്. അവൻ എന്നോട് എന്തെങ്കിലും ചെയ്താല് അതിന്റെ ഇരട്ടി അവന് തിരിച്ചു കിട്ടുമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ അനങ്ങത്തില്ല ഒരു പൊടി പോലും. ആ അനങ്ങൂലൊന്ന് നമുക്ക് നോക്കാം രേവതി. മിക്കവാറും ഇത് ഒരു നടക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. സച്ചേട്ട പോകുന്നു, ഞാൻ കിടക്കാൻ പോവാ. എനിക്ക് അത് രാവിലെ എണീക്കണം, കുറച്ച് മാല കെട്ടാനുണ്ട്. അല്ല, വലിയ എന്തെങ്കിലും ഓർഡർ കിട്ടിയിട്ടുണ്ടോ നിനക്ക്? എനിക്ക് കിട്ടിയ ഓർഡർ അല്ല, ദേ പ്രമീള ചേച്ചിക്ക് കിട്ടിയ ഓർഡറാണ്. അത് ഞാൻ ചേച്ചിക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. കുറെ മാല കെട്ടി വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി കെട്ടി കൊടുക്കണം. സച്ചേട്ടൻ നാളെ രാവിലെ ട്രിപ്പ് പോകുന്നുണ്ടോ? ഒരു ട്രിപ്പ് ഉണ്ട്, രാവിലെ 8 മണിക്ക്. 8 മണിക്കല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ രാവിലെ വരാം. പിന്നെ പ്രമീള ചേച്ചിയുടെ കടയുടെ ഫ്രണ്ടിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി. എന്നിട്ട് സച്ചേട്ടൻ പൊക്കോ. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ പൂ കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് വേറെ ഓട്ടോ വിളിക്കണ്ടല്ലോ, അതുകൊണ്ടാ. അല്ല, നിന്റെ സ്കൂട്ടറിന് എന്ത് പറ്റി? സ്കൂട്ടറിനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല സച്ചേട്ടാ. ഇത് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കുറച്ചധികം ഉണ്ട്, അത് കണ്ടാ. ഓ, അപ്പം വമ്പൻ ഓർഡർ ആണല്ലോ. ചെറിയ രീതിയിൽ. അപ്പൊ പിന്നെ ഞാൻ കിടക്കാൻ പോവാ, കിടന്നോട്ടെ. എനിക്ക് ഉറക്കം വരിക, ഞാൻ കിടക്കാൻ പോവാ രേവതി എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി രേവതിയും കൂടെ കിടന്നുറങ്ങാണ്. ഏതായാലും നാളെ എന്തായി തീരുന്നറിയില്ല. രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തുമില്ല. പാവം, രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അലാറം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാമേനെയാണ് കേട്ടോ. ഭാമയ്ക്കാണ് ഒരു സമാധാനം കിട്ടുന്നില്ല. താക്കോലെടുത്ത് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പൊ എന്തായിത്തീരുന്ന് അറിയത്തുമില്ല. ഉറങ്ങാനും പറ്റാത്ത വല്ലാത്തൊരവസ്ഥ. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, അവളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ദൈവമേ, അവൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കുവോ? അയ്യോ, ആകെപ്പാടെ പ്രശ്നമാകും. ഇപ്പൊ പരവേശവും വെപ്രാളവും എനിക്കായി പോയല്ലോ. കൊടുക്കും, ഞാൻ കുടുങ്ങും എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ തന്നെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഭാമയ്ക്കാണെ പേടിച്ചിട്ടും മെറച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു, പിന്നെയും കിടക്കുന്നു, എണീക്കുന്നു, വെള്ളം എടുത്ത് കുടിക്കുന്നു, പിന്നെയും കിടക്കുന്നു, എണീക്കുന്നു. ആ ഒരവസ്ഥ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണ്ടകള് പതുങ്ങി 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 നമ്മുടെ ചന്ദ്രോദയത്തെ കയറി പറ്റുകയാണ്, ബ്രേക്ക് അഴിച്ചു വിടാനായിട്ട്. അങ്ങനെ ആ ഗുണ്ടകളെല്ലാം പതുങ്ങി പതുങ്ങി നേരെ ചെന്ന് നമ്മുടെ സച്ചിയുടെ കാറിന്റെ അടുത്ത് എത്തി. അപ്പം നോക്കുന്നുണ്ട്, എല്ലാം ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട്. മൊത്തം സമാധാനം, നല്ലൊരു അന്തരീക്ഷം. എല്ലാവരും കിടന്നുറങ്ങുമല്ലേ, രാത്രി 2 മണി 3 മണിക്കൊക്കെ നല്ല ഉറങ്ങുന്ന സമയമല്ലേ. അങ്ങനെ പതിയെ ചെന്നിട്ട് കാറിന്റെ ആ ഒരു ഫ്രണ്ട് തുറക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട് തുറന്നിട്ട് ആ ബ്രേക്കിന്റെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ സാധനം അഴിച്ചു വിടുക. തക്ക സമയത്ത് തന്നെ നമ്മുടെ സച്ചി എണീക്കുകയാണ് കേട്ടോ. സച്ചിക്ക് എന്തോ വേറൊന്നുമല്ല, എന്തോ ഉറക്കം വരുന്നില്ല സച്ചിക്ക്. എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ ഇതൊക്കെ ആയിരിക്കാം, ഒരു സൂചന കിട്ടുന്നതായിരിക്കും. ഉറക്കം വരുന്നില്ല. എണീക്കുന്നു, ഫ്രിഡ്ജ് എടുക്കുന്നു എന്നല്ല, ഫ്രിഡ്ജിന്റെ ഡോറ് തുറക്കുന്നു, വെള്ളം കുടിക്കുന്നു. അങ്ങനെ ഉറക്കം വരാത്തൊരവസ്ഥയെ. ഇതേ സമയത്ത് നമ്മുടെ ഗുണ്ടകൾ വന്നിട്ട് ആ ബ്രേക്ക് അഴിച്ചു വിട്ടിട്ട് കാറിന്റെ ആ കീ പതുക്കെ ജനലിന്റെ സൈഡിലൂടെ, ആ ജനലിന്റെ ഡോർ ഇങ്ങനെ തുറന്നു കിടക്കായിരുന്നു, ജനാല തുറന്നു കിടക്കായിരുന്നു. അത് പതുക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ഇട്ടു കേട്ടോ. വീടിനകത്തേക്കോ സൈഡിലേക്കോ അങ്ങോട്ട്, ജനലിന്റെ ആ സൈഡിലേക്കോ അങ്ങോട്ട് വെച്ചു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അകത്ത് തന്നെ താക്കോലും ഉണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? അങ്ങനെ ഗുണ്ടകള് ബ്രേക്ക് ഒക്കെ അഴിച്ചിട്ടിട്ട് പോയി കേട്ടോ. പിന്നെ നേരെ പരപരാ വെളുക്കുന്നു. നമ്മുടെ സച്ചി എണീറ്റ് വരുന്നു. രേവതി പൂ കെട്ടിയിട്ട് കൊണ്ടുപോകാനുള്ള പൂവെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പൊ സച്ചി വന്നിട്ട് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോ റെഡിയെ സച്ചിയേട്ടാ ഞാൻ. അല്ല സച്ചിയേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പോകാം. അതിപ്പൊ തന്നെ ലേറ്റ് ആയി, നമുക്ക് ട്രിപ്പ് പോയിട്ട് വന്നിട്ട് കഴിക്കാം. കാറിന്റെ കീതാ. കാറിന്റെ കീയോ? അത് സച്ചിയേട്ടന്റെ കയ്യിലല്ലേ ഉള്ളത്? എന്റെ കയ്യിലാണോ ഉള്ളത്? അത് എന്നോടാണോ ചോദിക്കുന്നത്? ഇന്നലെ രാത്രി ഞാൻ കീ നിന്റെ കൈ തന്നില്ലേ? എന്റെ പൊന്നു സച്ചേട്ട, എന്റെ കയ്യിൽ കീ ഒന്നും തന്നിട്ടില്ല. ഈ സച്ചേട്ടൻ എന്താ വട്ടാണോ, അതോ സച്ചേട്ടൻ സ്വപ്നം കണ്ടതാണോ? എന്റെ കയ്യിൽ കീ തന്നിട്ടില്ല സച്ചേട്ടാ. അല്ല, ഇന്നലെ നിന്റെ കയ്യിൽ തന്നെയാ കീ തന്നത്. നിനക്ക് ഓർമ്മയില്ല? എന്നിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ സച്ചേട്ടാ, എന്റെ കയ്യിൽ തന്നില്ല. നീ എവിടെയാണെന്ന് വെച്ചാൽ നോക്കി എടുത്തോണ്ട് വാ രേവതി, ചുമ്മാ കളിക്കാതെ. ചുമ്മാ ടെൻഷൻ ആക്കരുതേ. അയ്യോ സച്ചേട്ടൻ, എനിക്ക് ഓർമ്മക്കേടൊന്നുമില്ല. എന്റെ കയ്യിൽ കീ തന്നിട്ടില്ല സച്ചേട്ടൻ. സ്ഥിരം വെക്കുന്നെടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. സച്ചേട്ടൻ ചെന്ന് നോക്ക്. അയ്യോ, അത് നിന്റെ കയ്യിലല്ലേ തന്നത്, പിന്നെ എങ്ങനെയാ അവിടെ കാണുന്നത്? സച്ചേട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ കീ തന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ കയ്യിൽ കീ തന്നാൽ ഞാൻ കീ തന്നെന്ന് പറയും. ഇപ്പൊ എന്റെ കയ്യിൽ തന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് സച്ചി അവിടെയും ഇവിടെയൊക്കെ കീ തപ്പുവാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കീ കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ കണ്ണിൽ കീ പെട്ടത്. കീ ജനലിന്റെ താഴെ വീണ് കിടക്കുന്നു. സച്ചേട്ടാ, കീ അവിടെ കിടക്കുന്നു എന്ന്. കീ ഇവിടെ എങ്ങനെ വന്നു? ഞാൻ ഇവിടെ കീ വെച്ചിട്ടില്ലല്ലോ. ഞാൻ വെച്ചത് കീ എവിടെയായിരുന്നു? സച്ചേട്ടൻ ഓരോ ഓർമ്മയില്ല, എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിടും. എന്താ സച്ചേട്ടാ ഇത്? എന്തെങ്കിലും ഒരു ഓർമ്മ വേണ്ടേ? ഇത് എന്താ സച്ചേട്ടാ? സച്ചേട്ടൻ വന്ന് എല്ലാം മറന്നു പോവാ. ഇത് എന്തൊരു മറവിയാ സച്ചേട്ടന്?
അല്ല രേവതി അതെങ്ങനെയാ അവിടെ വന്നു? അതെ സച്ചേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ വീണതായിരിക്കും, അല്ലെങ്കിൽ സച്ചേട്ടൻ അവിടെ ഒരു ശ്രദ്ധയില്ല. എനിക്ക് തോന്നുന്നു കീക്ക് കൈയും കാലും വെച്ചിട്ട് നടന്നു പോയി കാണും അങ്ങോട്ടേക്ക്. എന്തെങ്കിലും ആട്ടെ രേവതി, കീ കിട്ടിയല്ലോ, ലേറ്റ് ആയി, ഇപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് നേരെ കവറൊക്കെ എടുത്ത്, പൂവൊക്കെ കെട്ടി കവറൊക്കെ എടുത്ത് നമ്മുടെ സച്ചിയുടെ കൂടെ പോവുകയാണ് കേട്ടോ രേവതി, പൂ കൊടുക്കാനായിട്ട്. ഏതായാലും രണ്ടുപേർക്കും എന്തെങ്കിലും ഒരുമിച്ച് പറ്റുമോ എന്തോ, എന്റെ ദൈവമേ, ദൈവം തമ്പുരാൻ അറിയാം. പാവം ആ കാറിന്റെ ബ്രേക്ക് പോയി കിടക്കുകയാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു സീൻ കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. കാരണം ആ കാറിന് തന്നെ ജീവനുള്ള പോലെ നമുക്ക് തോന്നും, എന്തോ ഒരു ചതഞ്ഞ് കിടക്കുന്ന കാറ് പോലെ. കാരണം എന്തോ സൂചനയൊക്കെ കൊടുക്കുന്നത് പോലെ. ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഒരു കോള് വന്നു. വേറെ ആരുമല്ല, പാസഞ്ചേഴ്സ് ആണ് വിളിച്ചത്. അപ്പം പറഞ്ഞു, സാറേ ഞാൻ ഇപ്പൊ വരാം, ലേറ്റ് ആവത്തില്ല, ഒരു 10-15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്തിട്ട് രേവതിയോട് പറഞ്ഞു, വാ പെട്ടെന്ന് വാ നമുക്ക് പോകാം, സാറ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സാധനമൊക്കെ അകത്തേക്ക്, പൂവൊക്കെ കെട്ടിയതൊക്കെ ഡിക്കിക്ക് അകത്തേക്ക് കയറ്റി വെച്ച് ഡിക്കിയൊക്കെ അടച്ചിട്ട് രണ്ടുപേരും കൂടെ കാറിൽ കയറി പോകാൻ തുടങ്ങുക. ഈ സമയത്ത് ഇറങ്ങാൻ തുടങ്ങുന്നത് പ്രമീള ചേച്ചി ഇല്ലേ, അതായത് പൂ കൊടുക്കാൻ പോകുന്ന പ്രമീള ചേച്ചി. ആ പ്രമീള ചേച്ചി ഒരു ഓട്ടോയിൽ വിളിച്ച് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ രേവതി കണ്ടതും, ഇതെന്താ ഈ പ്രമീള ചേച്ചി രാവിലെ ഇങ്ങോട്ടേക്ക് പോകുന്നത്? ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് പ്രമീള ചേച്ചിയുടെ കയ്യിൽ പൂ വരാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ, അത് പിന്നെ എനിക്ക് ഇവിടെ അടുത്ത് വരാനുണ്ടായിരുന്നു, അപ്പൊ പിന്നെ തിരിച്ചു പോകുമ്പോ എടുക്കാന്ന് കരുതി, നിനക്കൊരു യാത്ര ഒഴിവാകൂല്ലോ. അതേതായാലും നന്നായി, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ഡിക്കിലിരുന്ന ആ പൂവും എല്ലാം കൂടെ നമ്മുടെ പ്രമീള ചേച്ചിയുടെ കയ്യിൽ എടുത്തു കൊടുത്ത് വീടുകയാണ് കേട്ടോ. ഏതായാലും രേവതി രക്ഷപ്പെട്ടു, സച്ചി മാത്രമാണ് ആ വണ്ടിക്കകത്തുള്ളത്. ഏതായാലും രേവതിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് അപകടം പറ്റൂലോ. ഏതായാലും ഈ ഒരു സമയത്ത് എന്തോ ദൈവത്തിന്റെ ഒരു കളികളായിരിക്കാം, നമ്മുടെ പ്രമീള ചേച്ചി അവിടെ ദൈവമായിട്ട് വന്നതായിരിക്കാം. രേവതിയുടെ ജീവൻ രക്ഷപ്പെട്ടു, രേവതിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരിക്കും അല്ലെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, അതേ രേവതി, ഇനിയിപ്പോ നീ വരുന്നില്ലല്ലോ, മാല കൊടുത്തില്ലേ? ഞാൻ വരുന്നില്ല, സച്ചേട്ടൻ പൊക്കോട്ടോ. അതെ ശ്രദ്ധിച്ചു പോണം കേട്ടോ. അച്ഛനാ സാധാരണ ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ നീയും പറയാൻ തുടങ്ങിയോ? ഏതായാലും ഞാൻ പോകുക എന്ന് പറഞ്ഞ് ഡിക്കിയൊക്കെ അടച്ചിട്ട് നമ്മുടെ സച്ചി കാറിനകത്ത് കയറി കാർ ഓടിച്ചുകൊണ്ട് പതുക്കെ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗുണ്ടകൾ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് കേട്ടോ നമ്മുടെ സച്ചിനെ. സച്ചി എപ്പോഴാണോ കാറും കൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ, ആക്സിഡന്റ് നടക്കുമല്ലോ കാറും കൊണ്ട് വരുമ്പോഴത്തേക്കും. അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കി നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി വരുന്നത് ഇവന്മാര് കണ്ടു കേട്ടോ. നമ്മുടെ സച്ചിയുടെ കാറിന്റെ ഓൺ അടിച്ചത് ഇവന്മാർ ആ പരിസരത്ത് ഉണ്ടായിരുന്നേ. ഇവന്മാർ ആ പരിസരത്ത് തന്നെ ഉണ്ട്, കാരണം എന്തെങ്കിലും അപകടം പറ്റൂല്ലോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയുടെ കാറ് വരുന്നത് കണ്ടു. അവന്മാര് ആശ്വാസമായി, നമ്മുടെ സച്ചി കാർ എടുത്തല്ലോ. ഏതായാലും ഇന്ന് സച്ചിയുടെ ജീവൻ പോക്കാണ്. ഇന്ന് അവൻ തീർന്ന്, അവൻ ഒറ്റയ്ക്കുള്ളൂ വണ്ടിക്കകത്ത്. അവനുള്ള പെട്ടി മിക്കവാറും ഇന്ന് തയ്യാറാകും. അവനെ വെള്ള പുതപ്പിച്ച് കിടക്കാം അവന്. അല്ല, ആ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വെള്ള പൊതിപ്പിച്ച് കിടത്തായിരുന്നു. പോട്ടെ, സാരമില്ല. ഏതായാലും മിനിറ്റിനകം ഇനി പെട്ടെന്ന് അവൻ തീരും. അവൻ അങ്ങ് പരലോകത്തേക്ക് പോകും. വാടക കയറണ്ടാന്ന് പറഞ്ഞ് ഇവന്മാര് വണ്ടി എടുത്ത് നേരെ സച്ചിയുടെ പുറകെ പോവുക. അങ്ങനെ സച്ചിയുടെ പുറകെ ഇവന്മാര് പോകുന്നു. സച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. പാവം സച്ചി വണ്ടി ഓടിച്ച് പകുതി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ബ്രേക്ക് കിട്ടാതായിട്ടോ. സച്ചി ചവിട്ടാൻ തുടങ്ങി. ചവിട്ടിയിട്ടും ബ്രേക്ക് കിട്ടുന്നില്ല. തിരിച്ചെടുത്തു വളച്ചെടുക്കുന്നു, നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. ആകെപ്പാടെ വെപ്രാളം. ഏതായാലും നമ്മുടെ സച്ചിക്ക് ആക്സിഡന്റ് സംഭവിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമാണ്, മിസ് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മുടെ സച്ചിക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ സച്ചി രക്ഷപ്പെടുവോ, അതോ ഇനിയിപ്പം നമ്മുടെ രേവതി കരയേണ്ടി വരുമോ? ഏതായാലും രേവതി കരയേണ്ടി ഒന്നും വരത്തില്ല. ഇപ്പൊ ചെറിയൊരു ആക്സിഡന്റ് വല്ലതും നമ്മുടെ സച്ചിക്ക് ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പൊ നമ്മൾ എന്നും ഡെയിലി വിശേഷം ചെയ്യാറുണ്ട് കേട്ടോ. രാവിലെ എന്നും ഫുൾ വിശേഷമായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ടേ, അപ്പം അതും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ സച്ചിനെ ഇടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും, അതായത് ബ്രേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ദേവുവിന്റെ ചെക്കൻ ഉണ്ട്. അപ്പം ദേവുവിന്റെ ചെക്കൻ ഇതൊക്കെ കാണുന്നുണ്ട്. ബ്രേക്ക് പോയ വണ്ടിയാണല്ലോ. ദേവുവിന്റെ ചെക്കൻ ഇത് കാണുന്നുണ്ട്. എവിടെയോ ഇടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് വണ്ടിക്ക് ഒറ്റ ഇടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ സച്ചിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് ദേവുവിന്റെ ചെക്കന്റെ വണ്ടി ഇടിച്ച് തരിപ്പണമായി പോയി കേട്ടോ. പറയാനുണ്ടോ അരുൺ? ഇനിയിപ്പം കേസെടുക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.